ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൽ ഇൻവേഴ്സാണ്. എൽ ഇൻവേഴ്സിൻ്റെ ചില പർട്ടിക്കുലർ പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം എസ് സ്ക്വയർ ബൈ ഇത് ഫാക്ടർ ചെയ്യേണ്ട, കാരണം അടിയിൽ ഒരു ഫാക്ടറേ ഉള്ളൂ. അപ്പോൾ അതിന് ടി കൊടുക്കുകയാണ് എളുപ്പം. ടി ഈക്വൽ ടു എസ് മൈനസ് ടു. അപ്പോൾ ടി പ്ലസ് ടു ഈക്വൽ ടു എസ് സ്ക്വയർ. ടി പ്ലസ് ടു ഈക്വൽ ടു എസ് അത് മുകളിൽ കൊടുത്താൽ ടി പ്ലസ് ടു ഹോൾ സ്ക്വയർ ബൈ ടി ക്യൂബ്. എക്സ്പാൻഡ് ചെയ്യും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4 ബൈ ടി ക്യൂബ്ഡ് ഡിവൈഡിങ് ഇട്ടിട്ട് ടി സ്ക്വയർ ബൈ ടി ക്യൂബ് പ്ലസ് 4t ബൈ ടി സ്ക്വയർ പ്ലസ് 4 ബൈ ടി ക്യൂബ്. എന്താണ് കിട്ടുക? 1 ബൈ ടി പ്ലസ് 4 ബൈ ടി സ്ക്വയർ. ഇവിടെ ടി ക്യൂബാണ് കേട്ടോ, സോറി. പ്ലസ് 4 ബൈ ടി ക്യൂബ്. ഇനി എൽ ഇൻവേഴ്സ് കാണും. ഇനി എസ്സിലേക്കാക്കുക. 1 ബൈ എസ് മൈനസ് 2 പ്ലസ് 4 ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 4 ബൈ എസ് മൈനസ് 2 ഹോൾ ക്യൂബ്. എൽ ഇൻവേഴ്സ്. എൽ ഇൻവേഴ്സ് എസ് സ്ക്വയർ ബൈ എസ് മൈനസ് 2 ഹോൾ ക്യൂബ് ഈക്വൽ ടു ഓരോന്നിൻ്റെ എൽ ഇൻവേഴ്സ്. L inverse 1 by s minus 2 plus L inverse 1 by 4 by s minus 2 whole square plus L inverse 4 by s minus 2 whole cube. ഇത് e raised to 2t. മൈനസ് വന്നാൽ പ്ലസ് ഇടുക, പ്ലസ് വന്നാൽ മൈനസ്. സ്ക്വയർ ഉണ്ടെങ്കിൽ ടി ഉണ്ട്, മറക്കരുത്. സ്ക്വയർ ഉണ്ടെങ്കിൽ ടി ഉണ്ട്. ഇവിടെ ക്യൂബാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പവർ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ഇ റൈസ് ടു 2t. അങ്ങനെ എഴുതുമ്പോൾ ഈ പവറിൻ്റെ ഫാക്ടോറിയൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ വെട്ടിപ്പോയി. അപ്പോൾ എന്തായി? ഇ റൈസ് ടു 2t പ്ലസ് 4t ഇ റൈസ് ടു 2t പ്ലസ് ടി സ്ക്വയർ ഇ റൈസ് ടു 2t 3s ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. ഇത് ശ്രദ്ധിക്കണം. പാർഷ്യൽ ഫാക്ടർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ പവർ 2, ഇതിൻ്റെ പവർ 1. അപ്പോൾ 2 1 3 അപ്പോൾ 3 അക്ഷരം എഴുതണം. എപ്പോഴും ഫസ്റ്റിൻ്റെ പവർ ആദ്യം എഴുതുക. ഇവിടെ പവർ എസ് സ്ക്വയർ ആയതുകൊണ്ട് ഒരു ബി എസ് ചേർക്കണം, മറക്കരുത്. ബി എസ് പവർ ഒന്ന് കുറച്ച് ചേർക്കണം എന്നർത്ഥം. ഇവിടെ പവർ 2 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ടെക്സ്റ്റുകളിലൊക്കെ ഇത് രണ്ടും ഒരുമിച്ചാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇനി നോക്കുക. മൾട്ടിപ്ലൈ ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടി? 3s കിട്ടി. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ഇവിടെ എസ് സ്ക്വയർ, ഇവിടെ എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ വരുന്നത് എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. പിന്നെ ബിയുടെ ബി എസ് ഇൻറ്റു എസ് മൈനസ് 1 പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1. ഇനി എയുടെയും ബിയുടെയും സിയുടെയും വില കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. എയുടെ വില കിട്ടാനുള്ള എളുപ്പവിദ്യ. പാർഷ്യൽ ഫ്രാക്ഷനിൽ എപ്പോഴും അത് ശരിയാകും. എയുടെ ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക. -1 അല്ലേ? അപ്പോൾ +1 എഴുതുക. എസ് ഈക്വൽ ടു 1 ടു ഗെറ്റ് എ. എസ് ഈക്വൽ ടു 1 ടു ഗെറ്റ് എ. അപ്പോൾ എന്ത് കിട്ടി? 3 സമം എ ഇൻറ്റു 1 പ്ലസ് 1. ദാറ്റ് ഈസ് 3 സമം 2a. എ സമം 3/2. എയുടെ വില കിട്ടി. ഇനി ബി കിട്ടണം. ബി കിട്ടാൻ ഇങ്ങനത്തെ കണക്കുകളിൽ ഇവിടെ 1 എഴുതിയില്ല, സോറി. 3s പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്ത് വരും? 3s പ്ലസ് 1. 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4. 4 ഈക്വൽ ടു 2a. a ഈക്വൽ ടു 2. സോറി.
ബീങ് ഓൾഡ് ഇനഫ്, വളരെ വയസ്സായി, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. 3s + 1 എസിന് 1 കൊടുത്തു. ഇനി രണ്ടാമത് ബി കിട്ടാൻ എളുപ്പവിദ്യ. എപ്പോഴും കോഎഫിഷ്യൻ്റ് ഈക്വേറ്റ് ചെയ്യുക. ഈക്വേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ. കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ വെച്ചാൽ ഇവിടെ LHS ഇല്ല. അപ്പോൾ 0 സമം പറയൂ എ, ഇവിടെയോ എസ് ഇൻറ്റു എസ്, ബി അല്ലേ ബി. അപ്പോൾ ബി സമം -a = -2. ഇങ്ങനത്തെ കണക്കുകളിൽ പൊതുവേ പറഞ്ഞാൽ എസ് സ്ക്വയർ ഇല്ലെങ്കിൽ എയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും ബിയുടെ. ടു ഗെറ്റ് സി, എസ് = 0. അതാണ് എളുപ്പം. 0 കൊടുത്ത ഇവിടെ എന്ത് കിട്ടി? 1 = ഇവിടെ എസിന് 0 കൊടുത്ത 1 അല്ലേ. 1 = c × 2 - c × 0 - 1, ദാറ്റ് ഈസ് -1 = c. അതിവിടെ കൊടുത്താൽ എക്ക് പകരം ആ വിലകൾ കൊടുത്താൽ എ എത്രയാണ്? 2. A 2 2/s - 1. ബിയുടെ വാല്യൂ -2 -2/s² + 1. സിയുടെ വാല്യൂ -1 -1/s² + 1. s - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 2e⁻t. ഇവിടെയോ മുകളിൽ എസ് വന്നാൽ കോസായിരിക്കും. മുകളിൽ എസ് വന്നാൽ കോസ്. ഇവിടെയോ മൈനസ്, മുകളിൽ കോൺസ്റ്റൻറ്റ് വന്നാൽ സൈൻ ടി. ഇവിടെ ശരിക്ക് S² + AS + B, CS² + 2 CS + D എന്നൊക്കെ എഴുതണം. പക്ഷെ ഇവിടെ S² ആയതുകൊണ്ട് വേറൊരു എളുപ്പവിദ്യയുണ്ട്. T = S² എന്ന് വയ്ക്കുക. T = S². അപ്പോൾ എന്ത് വരുന്നു? T/T + 1 × T + 2. ഇനി ഭാഗം ചെയ്യുക. A/T + 1 + B/T + 2 മൾട്ടിപ്ലൈ ബൈ T = ഇനി എ കിട്ടാൻ വേണ്ടി T = -1 പറഞ്ഞു. എയുടെ ഡിനോമിനേറ്റർ 0 ആക്കുക. ടു ഗെറ്റ് എ T = -1. A = -1 കൊടുക്കും. ബി കിട്ടാനോ T = -2 കൊടുക്കും. T = -2 പറഞ്ഞു. ബിയുടെ അടിയിൽ ഇപ്പം എന്ത് കിട്ടി? 1 = B × -2 + 1. B = 1. A = 1, B = -1. -2² -4 സമം സോറി S² വാല്യൂ T കൊടുക്കുക. സോറി അപ്പോൾ
2t by t plus 1 into t plus 2 equal to a by t plus 1 plus b by t plus 2 multiply by denominator. Two t equal to a into t plus 2 plus b into t plus 1. ടിക്ക് വരെ എന്ത് കൊടുത്തു? -1 കൊടുക്കുക ടു ഗെറ്റ് എ. -2 equal to a into -1 plus 2. -2 equal to a. b കിട്ടാൻ അടി 0 ആക്കുക -2. അപ്പോൾ എന്ത് കിട്ടി? -4 equal to b into -2 plus 1. -4 equal to -b. b equal to 4. അതിവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? a equal to -2. -2 by s square plus 1. ഇനിയോ b4 s square plus 2. എല്ലാം ഇൻവേഴ്സ് എടുക്കണം. ദാറ്റ് ഈസ് -2. മുകളിൽ കോൺസ്റ്റൻറ്റ് വന്ന സൈൻ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 4 ഇൻറ്റു ഇവിടെ എന്താണോ അതിൻ്റെ സ്ക്വയറാക്കി എഴുതണം. 4 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ എന്ന് എഴുതണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ 4ൻ്റെ അടിയിൽ റൂട്ട് വേണം, ഈ മുകളിൽ റൂട്ട് വേണം. അപ്പോൾ എന്ത് കിട്ടി? -2 sin t പ്ലസ് 4 ബൈ √2 sin √2t. ഇത് ശ്രദ്ധിക്കണം. ഈ 4നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 2 sin t പ്ലസ് 2 ഇൻറ്റു 2 √2 sin √t. ദാറ്റ് ഈസ് -2 sin t പ്ലസ് 2 √2 sin √t. ഇവിടെ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൻ്റെ പവറാക്കി എഴുതാം. എല്ലാത്തിൻ്റെ പവർ സ്ക്വയർ ആയതുകൊണ്ട് ടി കൊടുക്കാം. അപ്പോൾ എന്തായി? t പ്ലസ് 6 അപ്പോൾ എന്തായി? കോൺസ്റ്റന്റ് ബൈ multiply by t plus 1 into t plus 4. t equal to -1. എയുടെ അടിയിൽ കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? -1 plus 6 equal to a into 3. -5/3 equal to a. -4 ഇനി b കിട്ടാനോ? t equal to -4. കൊടുത്തു. -4 കൊടുത്താൽ എന്താ ഉണ്ടാവുക? -4 plus 6 equal to b into -4 plus 1.
minus 4 plus 6 equal to 2, b equal to minus 3, that is b equal to plus 2 by 3. ഇവിടെ കൊടുക്കുക എന്ത് കിട്ടും? a minus 5 by 3, 5 by 3 by s plus 1 plus വണ്ണിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് 1 ആണല്ലോ, അപ്പോൾ സൈൻ ടി. ഇനി അപ്പുറത്തോ എൽ ഇൻവേഴ്സ് 2 by 3 by 2 ഉണ്ട് മുകളിൽ 2 വരണം. അപ്പോൾ എന്ത് കിട്ടി? 2 by 3യെ 1 by 3 into 2 എന്ന് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 5 by 3 സൈൻ ടി പ്ലസ് 1 by 3 2 സൈൻ 2 ടി.